Hi students, welcome back to MR Physics tutorial. First year Units and Measurement എന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല പഠിച്ചു. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം എന്ന് നമ്മൾ മനസ്സിലാക്കി. വളരെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നുള്ളൂ. തുടർന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കുമ്പോൾ കടന്നു വരുന്ന ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷണൽ ഫോർമുല ആ സമയത്ത് നമ്മൾക്ക് എഴുതാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഡയമെൻഷൻസ് ഓഫ് ഈച്ച് പാർട്സ് ഓഫ് എൻ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഷുഡ് ബി സെയിം. Dimensions of each parts of an equation, each terms of an equation on both sides should be same. ഒരു ഇക്വേഷൻ അത് ശരിയാവണമെങ്കിൽ, അത് വാലിഡ് ആവണമെങ്കിൽ, ഒരു ഇക്വേഷൻ വാലിഡ് ആവണമെങ്കിൽ, ഒരു ഇക്വേഷൻ ശരിയാവണമെങ്കിൽ ആ ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള, രണ്ട് സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും, രണ്ട് സൈഡിലുമുള്ള ഓരോ ടേമിന്റെയും ഓരോ പാർട്ടിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. ഒരു ഇക്വേഷൻ വാലിഡ് ആവണമെങ്കിൽ, ഒരു ഇക്വേഷൻ വാലിഡ് ആവണമെങ്കിൽ ആ ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള, LHSലും RHSലുമുള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾക്ക് അറിയുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് V ഈക്വൽസ് U പ്ലസ് AT. V ഈക്വൽസ് U പ്ലസ് AT. ഇത് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ. എന്താണ് V? V എന്നാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റിയാണ്. U ആ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. A ആക്സിലറേഷൻ ആണ്. T വെലോസിറ്റി യുവിൽ നിന്നും V ആയിട്ട് മാറാൻ വേണ്ടി എടുത്ത ടൈമാണ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് U. T സെക്കൻഡ് കൊണ്ട് അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? V ആയിട്ട് മാറി. അപ്പൊ V ഫൈനൽ വെലോസിറ്റിയാണ് ആഫ്റ്റർ എ ടൈം T സെക്കൻഡ്. A എന്താണ്? ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനും ടൈമും തമ്മിൽ ചേർന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ആണെന്ത്? V ഈക്വൽസ് U പ്ലസ് AT. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ രണ്ട് സൈഡ് ഉണ്ട്. ഇത് RHS ആണ്, ഇത് LHS ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ഓരോ പാർട്ടിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിന്റെ LHSൽ ഒരു ടേം മാത്രമേ ഉള്ളൂ. എന്താണത്? V എന്നാണ്. RHSൽ രണ്ട് ടേം ഉണ്ട്. ഒന്നാമത്തെ ടേം U ആണ്, രണ്ടാമത്തെ ടേം A ഇൻറ്റു T ആണ്. ശ്രദ്ധിക്കുക, ഈ ഇക്വേഷന്റെ രണ്ട് സൈഡ്, ഇത് LHS, ഇത് RHS. LHSൽ ഒറ്റ ടേമേ ഉള്ളൂ, അത് V ഫൈനൽ വെലോസിറ്റി. RHSൽ രണ്ട് ടേം ഉണ്ട്. ഏതൊക്കെയാണ്? ഇനീഷ്യൽ വെലോസിറ്റി യും ആക്സിലറേഷൻ ഇൻറ്റു ടൈം A ഇൻറ്റു Tയും. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്? ഈ മൂന്ന് ടേമിന്റെയും ഈ മൂന്ന് പാർട്ടിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഇക്വേഷൻ വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഈ ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഈ ഇക്വേഷന്റെ മൂന്ന് ടേമിന്റെയും മൂന്ന് പാർട്ടിന്റെയും, ഈ ഇക്വേഷന് മൂന്ന് പാർട്ടാണ് ഉള്ളത്. LHSൽ ഒരു പാർട്ടും RHSൽ രണ്ട് പാർട്ടും. ഈ മൂന്ന് പാർട്ടിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ എന്താവുന്നുള്ളൂ? വാലിഡ് ആവുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഈ ഇക്വേഷൻ വാലിഡ് ആണെന്ന്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഈ ഇക്വേഷന്റെ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ടേം എടുക്കുക. ഒന്നാമത്തെ ടേം എന്താണ്? ഫൈനൽ വെലോസിറ്റി. ഇപ്പൊ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ? L T⁻⁻1 എന്നാണ്.
അല്ലേ? അപ്പൊ ഒന്നാമത്തെ ടേമിന്റെ ഡയമെൻഷണൽ ഫോമുല ഞാൻ ഇവിടെ എഴുതി. എന്താണ്? L(t⁻⁻1). ഇതാണ് ഒന്നാമത്തെ ടേം. രണ്ടാമത്തെ ടേം എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. യും വെലോസിറ്റിയാണ്. v ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി. u എന്ത് തന്നെയാണ്? വെലോസിറ്റി തന്നെയാണ്. അപ്പൊ യുവിന്റെ ഡയമെൻഷണൽ ഫോമുല എന്ത് തന്നെയാണ്? L(t⁻⁻1) എന്ന് തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ ടേമിന്റെ ഡയമെൻഷണൽ ഫോമുലയും രണ്ടാമത്തെ ടേമിന്റെ ഡയമെൻഷണൽ ഫോമുലയും എന്തായി? ഈക്വൽ ആയി. ഇനി മൂന്നാമത്തെ ടേം എടുക്കുക. ഏതാണ് മൂന്നാമത്തെ ടേം? a into t, ആക്സിലറേഷൻ into ടൈം. ഡയമെൻഷൻ ഓഫ് a into t നമുക്ക് എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് a into ഡയമെൻഷൻ ഓഫ് t എന്ന് എഴുതാം. എന്താണ് ഡയമെൻഷൻ ഓഫ് a? a എന്നാൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോമുല നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഡയമെൻഷണൽ ഫോമുല എഴുതുന്ന സമയത്ത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോമുല നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോമുല? L(t⁻⁻2) എന്നാണ്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ എന്താണ് ടൈമിന്റെ ഡയമെൻഷണൽ ഫോമുല? ക്യാപിറ്റൽ T എന്നാണ്. ഇത് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഒന്നിച്ചെഴുതാം. L(t⁻2) into t. L(t⁻2) into t. t⁻2 into t എന്താണ്? t എന്നാൽ t⁻1 ആണ്. t⁻2 into t എന്നാൽ t⁻2 plus 1 ആണ്. t⁻2 into t⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? t⁻2 plus 1 ആണ്. x⁻m into x⁻n is equal to x⁻m plus n ആണ്. അപ്പൊ t⁻2 plus 1, t⁻2 plus 1, -2 plus 1 -1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെയും കിട്ടുന്നത് എന്ത് തന്നെയാണ്? L(t⁻1) എന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒന്നാമത്തെ ടേം അതിന്റെ ഡയമെൻഷണൽ ഫോമുല L(t⁻1). രണ്ടാമത്തെ ടേം അതിന്റെ ഡയമെൻഷണൽ ഫോമുലയും L(t⁻1). മൂന്നാമത്തെ ടേം അതിന്റെ ഡയമെൻഷണൽ ഫോമുലയും L(t⁻1). മൂന്ന് ടേമിന്റെയും ഡയമെൻഷണൽ ഫോമുല എന്താണ്? സെയിം ആണ്. ഓക്കെ. അപ്പൊ ഈ ഇക്വേഷൻ വാലിഡ് ആയതുകൊണ്ട് ഈ ഇക്വേഷന്റെ മൂന്ന് ടേമിന്റെയും ഡയമെൻഷണൽ ഫോമുല എന്താണെന്ന് നമുക്ക് കിട്ടി? സെയിം ആണെന്ന് കിട്ടി. മൂന്ന് ടേമിന്റെയും ഡയമെൻഷണൽ ഫോമുല സെയിം അല്ല എന്നാണെങ്കിൽ ആ ഇക്വേഷൻ ഒരിക്കലും എന്തല്ല? വാലിഡ് അല്ല, കറക്റ്റ് അല്ല. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ മീനിങ്. ഓക്കെ. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്? ഡയമെൻഷൻസ് ഓഫ് ഈച്ച് പാർട്സ് ഓഫ് എൻ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഷുഡ് ബി സെയിം. നോക്കുക, LHSൽ ഒരു ടേം ആണുള്ളത്, RHSൽ 2 ടേം ആണുള്ളത്. ഈ മൂന്ന് ടേമിന്റെയും ഡയമെൻഷൻ എന്താണ്? ഈക്വൽ ആണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഞാൻ പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്ന ഈ ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നതാണ്. അത് കൂടാതെ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും എക്സാമിന് ചോദിക്കലുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് വളരെയധികം ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? x = at plus bt square plus c. അവിടെ x ഡിസ്പ്ലേസ്മെന്റ് ആണെന്നും t ടൈം ആണെന്നും തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷണൽ ഫോമുല കണ്ടെത്തുക. അതാണ് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആണ്. ഒരു വാലിഡ് ഇക്വേഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ x ആരാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. t ആരാണ്? ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ഇവിടെ. ഏതൊക്കെയാണ്? എയും ബിയും സിയും. ഈ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അൺനോൺ ആണ്. ആ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷണൽ ഫോമുല എഴുതുക. അതാണ് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണിത്. ഓക്കെ. എന്താണ്? എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷണൽ ഫോമുല കണ്ടെത്തുക. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏത് തിയറം, ഏത് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾക്കറിയാം എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്. ഒരു ഇക്വേഷൻ വാലിഡ് ആണെങ്കിൽ ആ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഓരോ ടേമും ഡയമെൻഷനലി ഈക്വൽ ആയിരിക്കണം. ഓരോ ടേമിന്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം, അല്ല? ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടേം ആണുള്ളത്, അത് x ആണ്. അതിന്റെ ഡയമെൻഷനും റൈറ്റ് സൈഡിൽ എത്ര ടേം ഉണ്ട്? 3 ടേം ഉണ്ട്. ഒന്നാമത്തെ ടേം
a into t, രണ്ടാമത്തെ ടേം b into t സ്ക്വയർ, മൂന്നാമത്തെ ടേം c. ഈ മൂന്ന് ടേമിന്റെയും, അതായത് ഈ നാല് ടേമിന്റെയും ലെഫ്റ്റ് സൈഡിലുള്ള എക്സ് എന്ന ടേമിന്റെയും റൈറ്റ് സൈഡിലുള്ള ഈ മൂന്ന് ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ടി ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് സി. നമ്മൾക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം ഇങ്ങനെ എഴുതാൻ പറ്റും. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, സിൻസ് ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ്, ഈ ഇക്വേഷൻ വാലിഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ടി ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് സി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് എന്താണെന്ന്, ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷണൽ ഫോർമുലയാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. ആദ്യം എയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് എ ടി എന്ന് എഴുതാം. ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് എ ടി. ഡയമെൻഷൻ ഓഫ് എക്സ്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. അപ്പൊ എന്താണ് ഡയമെൻഷൻ ഓഫ് എക്സ്? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എൽ ആണ്. ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് എ ടി നമുക്ക് ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി എന്ന് എഴുതാം. ഓർ ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എൽ ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് എ ഈക്വൽസ് ഈ ഇക്വേഷൻ പ്രകാരം ഡയമെൻഷൻ ഓഫ് എൽ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി എന്നായിരിക്കും. ഡയമെൻഷൻ ഓഫ് ടി എന്നാൽ ടി റേസ് ടു 1 ആണ്. അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്താവും? ടി റേസ് ടു -1 ആവും. അപ്പൊ നമുക്ക് ഇത് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് എൽ ടി റേസ് ടു -1. ഇതാണ് എ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. എൽ ടി റേസ് ടു -1 ആരുടെ ഡയമെൻഷണൽ ഫോർമുലയാണ്? വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ എ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറയാം? വെലോസിറ്റി ആണെന്ന് പറയാം. ഇനി നമ്മൾക്ക് ബിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്തണം. ഓക്കെ, അതിന് നമ്മൾ എന്ത് എഴുതും? ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ടി എന്ന് എഴുതും. ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ടി സ്ക്വയർ അല്ലെ. ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് എ ടി ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് സി അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. നമ്മൾ ആദ്യം എയുടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ രണ്ട് റിലേഷൻ എഴുതി. ഇനി ബിയുടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ രണ്ട് റിലേഷൻ എഴുതുന്നു. ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ടി സ്ക്വയർ. ഡയമെൻഷൻ ഓഫ് എക്സ് എന്താണെന്ന് നമുക്കറിയാം? ക്യാപിറ്റൽ എൽ ആണ്, സിൻസ് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ ദാറ്റ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ടി ടൈം ആണ്. അതിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആണ്. അപ്പൊ ക്യാപിറ്റൽ ടി സ്ക്വയർ അതാണ് എൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽസ് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് എൽ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ എന്ന് എഴുതാം. ടി സ്ക്വയർ ടി റേസ് ടു 2 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ടി റേസ് ടു -2 ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എൽ ടി റേസ് ടു -2. അപ്പൊ ബി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടി. എൽ ടി റേസ് ടു -2 എന്നാണ്. അത് ആരുടെ ഡയമെൻഷണൽ ഫോർമുലയാണെന്ന് നമുക്കറിയാം? ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുലയാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ബി ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണെന്ന് പറയാം? ആക്സിലറേഷൻ ആണെന്ന് പറയാം. ഇനി മൂന്നാമത്തത് സിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് സി എന്ന് എഴുതാം അല്ലെ. ഇവർ രണ്ടാളെയും നമ്മൾ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് സി. എന്താണ് ഡയമെൻഷൻ ഓഫ് എക്സ്? ക്യാപിറ്റൽ എൽ ആണ്. ദാറ്റ് ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് സി. അപ്പൊ സിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ക്യാപിറ്റൽ എൽ എന്നാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് കിട്ടിയത്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ അപ്ലിക്കേഷൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും. അതായത് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ, ടു ഡിറൈവ് എൻ ഇക്വേഷൻ. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ അപ്ലിക്കേഷൻസ്. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും അതേപോലെ പുതിയൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിക്കുന്നു. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.